കോൺഗ്രസിനെ പോലെ ഇനി ആം ആദ്മി പാർട്ടിയും തകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് വസ്തുത. പാവപ്പെട്ടവരുടെ പാർട്ടി എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് കെജ്രിവാൾ പണിത ശീഷ് മഹലിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ബി.ജെ.പി. ആണ് ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതായത് ബി.ജെ.പി. പറയുന്നത് കെജ്രിവാൾ രണ്ടാമതും ഇതുപോലെ ഒരു കെജ്രിവാളിന്റെ സ്വന്തം ആയിട്ടൊരു വസതി പണിതിട്ടുണ്ട്, അതൊരു കൊട്ടാരം പോലെയാണ് കെജ്രിവാൾ പണിതത് എന്നാണ് പറയുന്നത്. ഡൽഹി ഉപമുഖ്യമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ പർവേഷ് വർമ്മയാണ് കെജ്രിവാളിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. കെജ്രിവാൾ ഡൽഹിയിലെ റഹ്മാൻ കൊള്ളക്കാരനാണ് എന്നും ശീഷ് മഹൽ നിർമ്മിച്ചുവെന്നും പർവേഷ് വർമ്മ ആരോപിക്കുന്നുണ്ട്. കെജ്രിവാളിന്റെ പുതിയ വസതിയിൽ നിന്നുള്ളതാണെന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ ആം ആദ്മിയുടെ നേതാവ് പറയുന്നത്, അതായത് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ സഞ്ജയ് സിംഗ് പറയുന്നത് ഈ ദൃശ്യങ്ങൾ പൂർണ്ണമായും വ്യാജമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. പർവേഷ് വർമ്മയ്ക്കെതിരെ മാനനഷ്ടത്തിന്റെ കേസ് കൊടുക്കുമെന്ന് ആം ആദ്മി പാർട്ടി പറയുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ നിർമ്മിക്കുന്ന ശീഷ് മഹലിന്റെ ദൃശ്യങ്ങൾ ബി.ജെ.പി. വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി കാണിക്കുമെന്നാണ് ബി.ജെ.പി. നേതാവ് പർവേഷ് ശർമ്മ പറയുന്നത്. കെജ്രിവാൾ ഇപ്പോൾ ആഡംബര ജീവിതമാണ് നയിക്കുന്നതെന്ന് ബി.ജെ.പി. പറയുന്നുണ്ട്. ഡൽഹി കാ ശീഷ് മഹൽ ദോ ഹം ആപ്കോ ദിഖാന ജാ രഹേ ഹെ എന്നാണ് പർവേഷ് വർമ്മ മാധ്യമങ്ങളോട് പറയുന്നത്. ഡൽഹിയിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ കെജ്രിവാൾ തന്റെ ശ്രദ്ധ കൂടുതലായി പഞ്ചാബിലേക്ക് മാറ്റിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാന്റെ വസതിക്ക് മുന്നിലുള്ള നിരവധി സർക്കാർ വസതികൾ കെജ്രിവാളും മുൻ ഡൽഹി മന്ത്രി ജിതേന്ദ്ര ജെയിൻ, രാജ്യസഭാ എം.പി. സഞ്ജയ് സിംഗ്, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എന്നിവർ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വർമ്മ ആരോപിക്കുന്നത്. ഡൽഹിയിലെ 95 ലോധി എസ്റ്റേറ്റിലെ സർക്കാർ ബംഗ്ലാവിലേക്ക് കെജ്രിവാൾ അടുത്തിടെ മാറിയതിനെക്കുറിച്ച് വർമ്മ പരാമർശം നടത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം പുതിയ വസതിയിൽ താമസം മാറ്റിയെന്നാണ് പർവേഷ് വർമ്മ പറയുന്നത്. മുമ്പ് ഞാൻ ശീഷ് മഹൽ സന്ദർശിച്ചപ്പോൾ ഇത്രയും ആഡംബരപൂർണമായ ഒരു വീട്ടിൽ ഒരാൾക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചുവെന്നാണ് പർവേഷ് വർമ്മ പറയുന്നത്. കെജ്രിവാളിന്റെ പുതിയ വസതിയിൽ നിന്നുള്ളതാണെന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സർക്കാരിന്റെ വീട് വാങ്ങാതെ കെജ്രിവാൾ നടത്തിയ അഴിമതി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഓരോ തവണയും കെജ്രിവാൾ കാണിച്ചു കൂട്ടി, അതായത് ഡൽഹിയെ പിടിച്ചുകുലിക്കുക മദ്യനയ കുംഭകോണ കേസിലടക്കം, അതായത് മദ്യനയ കേസിലടക്കം ഒരുപാട് കോടിക്കണക്കിന് രൂപകൾ, ഏകദേശം 100 കോടിയോളം രൂപകൾ കെജ്രിവാളിന് കിട്ടി എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പൈസ എല്ലാം വെച്ചിട്ടാണ് കെജ്രിവാൾ തന്റെ സ്വന്തമായിട്ടൊരു ഭവനം തന്നെ ഇങ്ങനെ കൊട്ടാരം പോലെ, അല്ലെങ്കിൽ ഒരു ശീഷ് മഹലിന്റെ മാതൃകയിൽ ഏവരെയും അമ്പരിപ്പിക്കുന്ന രീതിയിലേക്ക് കെജ്രിവാൾ ഇങ്ങനെ പണിയുന്നത് എന്നാണ് ബി.ജെ.പി. പറയുന്നത്. സാധാരണക്കാരന്റെ ഒരു പാർട്ടിയാണ്, അഴിമതിയെ തുടച്ചു നീക്കും, അഴിമതി വിരുദ്ധ പാർട്ടിയാണ് എന്നൊക്കെ കെജ്രിവാൾ പറഞ്ഞുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടി 2012 രൂപീകരിച്ചത്. എന്നിട്ട് ആ ഒരു നേതാവ് തന്നെ ഇപ്പോൾ അഴിമതിയുടെ മുൻപന്തിയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അഴിമതിയിൽ ഡോക്ടറേറ്റ് എടുത്ത് നിൽക്കുന്നു എന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. എന്നാലും കെജ്രിവാളിന്റെ രണ്ടാമത്തെ വസതി എന്ന് പർവേഷ് ശർമ്മ പറയുന്ന ഈ ശീഷ് മഹലിന്റെ വീഡിയോ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ ഫോട്ടോകളും കൂടുതലായി മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വിടുമെന്ന് തന്നെയാണ് ബി.ജെ.പി. ഇതോടെ പറയുന്നത്.